നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകുന്നതിനിടെ അസമിലും ബംഗാളിലും മണിപ്പൂരിലും കനത്ത മഴ എന്ന വാർത്തയാണ് വരുന്നത്. മണിക്കൂറുകളായി ഇവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും കനത്ത കാറ്റുമുണ്ട്. ബംഗാളിൽ ജൽപൈഗുരിയിലുണ്ടായ ചുഴലിക്കാറ്റിൽ 4 മരണവും ഉണ്ടായിരിക്കുന്നു. 100-ലധികം പേർക്ക് പരിക്ക് സംഭവിച്ചതായും നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അസമിൽ ശക്തമായ കാറ്റിലും മഴയിലും ഗുവാഹത്തി വിമാനത്താവളത്തിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറ്റും മഴയും തുടരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതിന്റെ വിവിധ മേഖലകളിലും വിമാനമാർഗമുള്ള യാത്ര നിർത്തലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലകളിൽ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു മുന്നറിയിപ്പ്. ബംഗാളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ബംഗാളിന് പുറമെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മണിപ്പൂർ എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അസമിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഗുവാഹത്തി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു. കാറ്റും മഴയും തുടരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വിമാനയാത്ര നിർത്തിവെച്ചു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലകളിൽ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, മിസോറാം സംസ്ഥാനങ്ങളായിരുന്നു മുന്നറിയിപ്പ്. കൊടും ചൂടിൽ അതേസമയം വലയുന്ന കേരളത്തിന് നേരിയ ആശ്വാസമേകുന്നതാണ് ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിനങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം. ഏപ്രിൽ ആദ്യവാരം കേരളത്തിൽ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചേക്കുമെന്ന വ്യക്തമായ റിപ്പോർട്ടുകളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വരുന്നത്. ആദ്യ ദിനങ്ങളിൽ തന്നെ 9 ജില്ലകളിൽ വരെ മഴയുടെ സാധ്യതയുണ്ട്. ഇന്ന് 4 ജില്ലകളിലാണ് മഴയുടെ സാധ്യതയെങ്കിൽ നാളെ അത് 7 ജില്ലകളിലും മറ്റന്നാൾ അത് 9 ജില്ലകളിലുമാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വരെ അറിയിച്ചിട്ടുള്ളത്. ഏപ്രിലിൽ കേരളത്തിൽ പൊതു അവധിയും പ്രാദേശിക അവധിയും നിറയെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴ സമയം കൂടിയാണെങ്കിൽ പിന്നെ ജാഗ്രതാ മുന്നറിയിപ്പ് ഒക്കെ നൽകുന്നുണ്ട്. കടലോര പ്രദേശത്ത് കള്ളക്കടൽ എന്ന പ്രതിഭാസം രൂപപ്പെടുകയാണ്. അതുകൊണ്ട് അവധി ദിവസങ്ങളിലൊക്കെ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും തലസ്ഥാനം അടക്കമുള്ള 4 ജില്ലകളിലാണ് ഇന്ന് മഴയുടെ സാധ്യതയുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴയുടെ സാധ്യതയുള്ളത്. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മഴയുടെ പ്രവചനം. ഈ പ്രവചനം അച്ചട്ടാകണേ എന്ന പ്രാർത്ഥനയ്ക്കും കൊടും ചൂടിൽ വലയുന്ന കേരള ജനതയ്ക്ക് ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഈ പ്രവചനം ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ.